ഓം നമ ശിവായ. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഞാൻ സദാശിവനെ നമസ്കരിക്കുന്നു. നേപ്പാളിലെ ഗണ്ഡകി നദിയിലെ സാളഗ്രാമം പോലെ, നർമ്മദേശ്വരിലെ ബാണലിംഗം പോലെ തന്നെ കൊട്ടിയൂർ ബാവലിപ്പുഴയിലെ കല്ലുകൾക്കും സവിശേഷതയുണ്ട്. ഈ കല്ലുകൾ പരസ്പരം ഉരച്ച് ഇതിൽ നിന്നും ലഭിക്കുന്ന ആ തൈലം ഭസ്മധാരണം പോലെ ലലാടത്തിൽ, നെറ്റിത്തടത്തിൽ ഭക്തിയോടുകൂടി പുരട്ടുന്ന ഭക്തരെ നമുക്ക് കൊട്ടിയൂരിൽ എപ്പോഴും കാണാവുന്നതാണ്. വടക്കൻ മലബാറിലെ ചിരപുരാതനങ്ങളായ രണ്ട് ക്ഷേത്രങ്ങളാണ് അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും. വൈശാഖ മഹോത്സവം നടക്കുന്നത് അക്കരെ കൊട്ടിയൂരിലാണ്. വൈശാഖ മാസത്തിലെ ഇടവമാസത്തിലെ ചോതിനാളിൽ നെയ്യാട്ടത്തോടെ ആരംഭിക്കുന്ന 28 ദിവസത്തെ ചടങ്ങുകൾ മിഥുനമാസത്തെ ചിത്തിര നക്ഷത്രത്തിൽ തൃക്കലശാട്ടം ചടങ്ങോടെ സമാപിക്കുന്നു. ഉത്സവകാലത്തേക്ക് മാത്രമായി ഇവിടെ ക്ഷേത്രം കെട്ടിയുണ്ടാക്കുന്നു. വിഗ്രഹമോ സ്ഥിരമായ അമ്പലമോ അക്കരെ കൊട്ടിയൂരിൽ ഇല്ല. 28 ദിവസത്തെ ഉത്സവകാലത്ത് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകാറില്ല. കൊട്ടിയൂർ സന്ദർശിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ കൊട്ടിയൂർ പെരുമാളിൻ്റെ ചരിത്രവും ലഘുവായി അറിഞ്ഞിരിക്കുകയാണ്. ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്ന് ഐതിഹ്യം സാക്ഷ്യപ്പെടുത്തുന്നു. ദക്ഷിണകാശി എന്ന നാമത്തിലും കൊട്ടിയൂർ ക്ഷേത്രം അറിയപ്പെടുന്നു. ശിവനോടുള്ള വിദ്വേഷം മൂലം ദക്ഷപ്രജാപതി ത്രിലോകരെ മുഴുവനും ക്ഷണിച്ച് ശിവനെ ക്ഷണിക്കാതെ ഒരു മഹായാഗം നടത്തിയപ്പോൾ പുത്രിയായ സതീദേവി അവിടെ എത്തിച്ചേരുന്നു. തൻ്റെ ഭർത്താവിനെ ക്ഷണിക്കാത്തതിനെ ചോദ്യം ചെയ്തപ്പോൾ അത്യന്തം നിഷ്ഠുരമായ ഭാഷയിൽ ദക്ഷപ്രജാപതി ശിവനെ അധിക്ഷേപിക്കുന്നു. അപമാന ഭാരത്താൽ മനം നൊന്ത സതീദേവി ആ യാഗാഗ്നിയിൽ ആത്മാഹുതി ചെയ്യുന്നു. ക്രുദ്ധനായ ശിവൻ തൻ്റെ ജടയിൽ നിന്നും ജനിച്ച വീരഭദ്രനെ യജ്ഞശാലയിലേക്ക് അയക്കുന്നു. ദക്ഷന്റെ ശിരസറുത്ത് യാഗശാലയെ മുഴുവനും നശിപ്പിക്കുന്നു വീരഭദ്രൻ. ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ദേവർഷികളുടെയും അഭ്യർത്ഥന പ്രകാരം ആടിൻ്റെ തല ചേർത്ത് വെച്ച് ശിവൻ ദക്ഷനെ പുനർജനിപ്പിക്കുന്നു. അങ്ങനെ യാഗം പൂർത്തിയാകുകയും ചെയ്യുന്നു. ഇന്നത്തെ കൊട്ടിയൂരിലെ ക്ഷേത്രത്തിലെ ഉത്സവച്ചിട്ടകൾക്ക് ഒരു ഏകീകരണമുണ്ടാക്കിയത് ശങ്കരാചാര്യരാണ്. പടിഞ്ഞിറ്റ നമ്പൂതിരിയുടെയും സമുദായി ഭട്ടതിരിപ്പാടിൻ്റെയും നേതൃത്വത്തിൽ കുറിച്ചി സ്ഥാനികനും ജന്മാശാരിയും പുറം കലയൻ മുതലായ അവകാശികളും ഒത്തുചേർന്ന് ബാവലിപ്പുഴയിൽ സ്നാനം ചെയ്ത് കൂവയിലയിൽ ബാവലി തീർത്ഥം ശേഖരിച്ച് ദേവസ്ഥാനത്തെ സ്വയംഭൂവിലും മണിത്തറയിലും തളിച്ച് ശുദ്ധി വരുത്തുന്നു. ചോതിനാളിൽ നടക്കുന്ന നെയ്യാട്ടത്തോടെയാണ് ഉത്സവത്തിൻ്റെ ആരംഭം. വയനാട്ടിലെ മുതിരേരി കാവിൽ നിന്നും വരുന്ന വാൾ സന്ധ്യയോടെ ഇക്കരയിൽ എത്തുന്നു. കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി ജാതിയൂർ മഠത്തിൽ നിന്നുള്ള അഗ്നിയുമായി പടിഞ്ഞാറ്റെ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ അക്കരെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ചോതിവിളക്ക് തെളിയിക്കുന്നു. അങ്ങനെ ഉത്സവങ്ങൾക്കുള്ള തുടക്കമാവുകയാണ്. ഉത്സവത്തിൻ്റെ പ്രധാന ആകർഷകമാകുന്നു വ്രതാനുഷ്ഠാനത്തോടെ കൊണ്ടുവന്ന നെയ് കൊണ്ടുള്ള നെയ്യാട്ടം. അതിനുശേഷമാണ് സ്ത്രീകൾക്ക് പ്രവേശനം. നെയ്യാട്ടം കഴിഞ്ഞാൽ പ്രധാന ചടങ്ങാണ് മലബാറിലെ തീയ സമുദായക്കാർ കൊണ്ടുവരുന്ന ഇളനീര് കൊണ്ടുള്ള ഇളനീരാട്ടം. ഉത്സവം ആരംഭിച്ച ആദ്യത്തെ 11 നാൾ രുഷ്ടനായ ശിവന്റെ താപമകറ്റാൻ നീരഭിഷേകവും ഇളനീരഭിഷേകവും കളകാഭിഷേകവും നിർത്താതെ ചെയ്യുന്നു. മറ്റൊരു പ്രധാന ആരാധനയാകുന്നു രോഹിണി ആരാധന.
പുഷ്പവൃഷ്ടി നടത്തി ശിവനെ ബ്രഹ്മാവ് സാന്ത്വനിപ്പിക്കുന്ന ചടങ്ങാകുന്നു രോഹിണി ആരാധന. മകം നാൾ മുതൽ സ്ത്രീകൾക്ക് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല. പ്രധാന ദേവതാ സങ്കല്പം സ്വയംഭൂവായ ശിവലിംഗമാണ്. തിരുവഞ്ചിറച്ചിറയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന മണിത്തറയിൽ ശിവലിംഗവും യാഗാഗ്നിയിൽ സതീദേവി ആത്മാഹൂതി ചെയ്തു എന്ന് കരുതുന്ന അമ്മാറക്കൽ തറയുമാണ് പ്രധാന ദേവതാ സങ്കേതങ്ങൾ. ഭണ്ഡാരം എഴുന്നള്ളത്തു നാൾ മുതൽ ഉത്രാടം നാൾ വരെ ദേവന്മാർക്കും, തിരുവോണം മുതൽ ആയില്യം വരെ മനുഷ്യർക്കും, മകം മുതൽ ഭൂതഗണങ്ങളുടെയും ഉത്സവമെന്നാണ് വിശ്വാസം. പാൽ, നെയ്യ്, കരിക്ക് കൊണ്ടുള്ള അഭിഷേകമാണ് ഏറ്റവും പ്രധാനപ്പെട്ടവ. മണിത്തറയിൽ തുമ്പയും തുളസിയും കൂവളത്തിലയും അർച്ചനക്കായി ഉപയോഗിക്കുന്നു. ഓടപ്പൂക്കളാൽ സമൃദ്ധമാണ് കൊട്ടിയൂർ ഉത്സവകാലം. ഭൃഗുമുനിയുടെ വെളുത്ത താടിയെ ഓർമ്മിപ്പിക്കുന്ന ഓടപ്പൂക്കളെപ്പറ്റി ധാരാളം ഐതിഹ്യങ്ങളുണ്ട്. കൊട്ടിയൂരിൽ വരുന്ന സന്ദർശിക്കുന്ന ഭക്തൻ വളരെ ഭക്തിപൂർവം ഈ ഓടപ്പൂക്കൾ തൻ്റെ വീട്ടിൻ്റെ മുന്നിൽ സ്ഥാപിക്കുന്നു. ഒരു വർഷക്കാലം ആ ഗൃഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വാസ്തുദോഷവും എല്ലാ നെഗറ്റീവ് എനർജിയും അകറ്റി ഗൃഹത്തെ പരിരക്ഷിക്കുന്നു എന്ന ഉത്തമ വിശ്വാസം ഓടപ്പൂക്കൾ വാങ്ങുന്ന ഓരോ ഭക്തനുമുണ്ട്. തിരുവഞ്ചിച്ചിറയുടെ ചുറ്റിലുമായി പൗരാണികമായ നിലയിൽ ഓല കൊണ്ട് മേഞ്ഞ ചെറുവീടുകൾ അഥവാ കയ്യാലകൾ നിങ്ങൾക്ക് ദർശിക്കാവുന്നതാണ്. കൊട്ടിയൂരിലെ പാരമ്പര്യ അവകാശികളായ അടിയന്തരക്കാരാകുന്നു ഇവർ. ഉത്സവം സമാപിക്കുന്ന 28 ദിനങ്ങളിൽ ദേവന് വേണ്ടുന്ന എല്ലാ കർമ്മങ്ങളും സശ്രദ്ധം ഇവർ ചെയ്യുന്നു. തന്ത്രിമാർ, ബ്രാഹ്മണർ, ഊരാളന്മാർ, സ്ഥാനീയന്മാർ, നമ്പീശന്മാർ, വാര്യർമാർ, നായന്മാർ, ഓച്ചർ എന്ന ബഹുമാനപ്പേരുള്ള മാരാന്മാർ, ചാക്യാർ ഇവരൊക്കെ ഈ അവകാശികളിൽ അടിയന്തരക്കാരിൽ ഉൾപ്പെടുന്നു. കോഴിക്കോട് ജില്ലയിലെ ജാതിയൂരിൽ നിന്നും കൊട്ടിയൂർ ഉത്സവത്തിനുള്ള ചോതിവിളക്ക് തെളിയിക്കാൻ അഗ്നിയുമായി പാരമ്പര്യ അവകാശികളായ ജാതിയൂർ തേടൻ വാര്യർ കുടുംബത്തിനാണ്. ഇപ്പോഴത്തെ അവകാശി ശശികുമാർ വാര്യർ 20 വർഷമായി സ്തുത്യർഹമായി അത് ചെയ്തു വരുന്നു. അഷ്ടപതി പാടി കൊട്ടിയൂരപ്പനെ ആരാധിക്കുന്നത് ഇന്ന് ലോകപ്രശസ്തനായ പയ്യന്നൂർ കൃഷ്ണമണി മാരാറാണ്. ഇങ്ങനെ കൊട്ടിയൂരുമായി ഓരോ അടിയന്തര വിഭാഗങ്ങളും തങ്ങൾ ഈ ഉത്സവകാലത്ത് ചെയ്തു തീർക്കേണ്ടുന്ന കടമകൾ സ്തുത്യർഹമായി ചെയ്ത് ഭഗവാനിൽ നിന്നും അനുഗ്രഹാശിസ്സുകൾ വാങ്ങുന്നു. ദേവാൻ ഭാവയദാനേന തേ ദേവ ഭാവയന്തു നഃ പരസ്പരം ഭാവയന്തഃ ശ്രേയപരം അവാപ്സ്യത. ഭഗവത്ഗീതയിലെ ഈ ശ്ലോകമാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഏത് ഭാവനയോടുകൂടി നിങ്ങൾ ദേവനെ കാണുന്നു, അതേ ഭാവനയോടെ ദേവൻ തിരിച്ച് നമ്മളെയും കാണുന്നു. പരസ്പരം സ്നേഹത്തോടുകൂടി പെരുമാറുന്നതാണ് ഏറ്റവും പരമമായ ശ്രേയസ് എന്ന് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് ഉപദേശിക്കുന്നുണ്ടല്ലോ. എല്ലാ ശിവഭക്തന്മാർക്കും ഡോക്ടർ മാരാർജിയുടെ പ്രണാമങ്ങൾ. നന്ദി, നമസ്കാരം.